ഹായ് അസ്സലാമലൈക്കും മക്കളെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും ഹാപ്പി നബിദിനം, ഹാപ്പി ഓണം. അപ്പോൾ ഞമ്മക്കൊന്ന് രണ്ട് സങ്കടങ്ങൾ പറയാനുണ്ട് കേട്ടോ. എന്താണെന്നില്ലേ, ഇവിടെ നബിദിനല്ല, അതുകൊണ്ട് എന്തായി നമുക്ക് പ്രാവശ്യം നബിദിനം കൂടാൻ പറ്റിയില്ല. പിന്നെ ജാഥ കാണാൻ പറ്റിയില്ല, മുട്ടായി കിട്ടിയില്ല, പായസം കിട്ടിയില്ല, എന്തൊക്കെ ഇടങ്ങാറില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ചോറും കാര്യങ്ങളും തന്നിരിക്കണം. വൈകുന്നേരം കുട്ടികളെ പരിപാടി, എന്തൊക്കെ സംഭവം നമ്മളെ നാട്ടിൽ നടക്കണം നാളെയൊക്കെ ആയിട്ടില്ല. ഇവിടെ ഒരു കാര്യമില്ല, ഇവിടെ ഒരു സംഭവവും ഇല്ല. നബിദിനല്ല, ബറാത്തില്ല, മീറാജില്ല, പിന്നെന്താ നമ്മളെ റംസാനിക്കുള്ള സംഭവങ്ങൾ മാസം 17 ഇല്ല, 25 രാവില്ല, യാതൊരു സംഭവവും ഇവിടെ ഇല്ല. ഇവിടെ ആകെയുണ്ട് നമ്മളെ നോമ്പുണ്ട്, 2 പെരുന്നാളും ഉണ്ട്. അതൊഴികെ വേറെ യാതൊരു പരിപാടി ഇവിടെ അല്ല കേട്ടോ. എന്താ ചിച്ചല്, എന്താ ഇവരൊക്കെ ഇങ്ങനെ, ഇവർക്കൊക്കെ ഇവിടെ ആഘോഷിച്ചുകൂടെ? നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഒന്ന് ആഘോഷം ശരിയാ, പിന്നെ ഒന്ന് നമുക്കും കൂടി കൂടാലേ അല്ലേ? ഇവരൊന്നും ആഘോഷിക്കൂല. ഇവരെന്തെങ്ങനത്തെ മനുഷ്യന്മാരെന്നാവോ, ഒന്നും ആഘോഷമല്ലേ. ഇന്നിപ്പോൾ നബിദിനാണ് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചെന്നോട്. പിന്നെ ഇവിടുത്തെ ഇങ്ങനെ ഇവരോടൊക്കെ നമ്മളെന്താ വർത്താനം പറയാനല്ലോ. എന്തായാലും നമ്മളത് പോയി. പിന്നെ കുട്ടികളിങ്ങനെ ഓരോ കവർ നിറച്ച മുട്ടായി, പലതരം മുട്ടായി, ബിസ്ക്കറ്റ് സംഭവങ്ങളൊക്കെ ഉള്ള ഇങ്ങനെ തുറന്ന് പൊട്ടിച്ച് നോക്കുമ്പോഴത്തെ ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നല്ലൊരു സുഖമാണല്ലേ. അതൊക്കെ മിസ്സായി. ആയിക്കോട്ടെ, നമ്മളെ വിഷമം നമ്മൾ മാത്രം അനുഭവിച്ചോളാം. എന്നെപ്പോലെയല്ല കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. ഞങ്ങളൊക്കെ പാടെ കൂടി ഞങ്ങളെ വിഷമം അനുഭവിച്ചോളാം കേട്ടോ. നിങ്ങളൊക്കെ ഹാപ്പി നബിദിനം, നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് അടിപൊളിയായി നമ്മളെ നബിദിനം ആഘോഷിക്കുക. ഓക്കെ, അതേപോലെ ഹാപ്പി ഓണം. അതേപോലെ ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സത്യം മിസ്സായില്ലേ. അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സദ്യ, പള്ള നിറച്ച് സദ്യ ഒന്നും നടക്കുന്നതിന് അതും മിസ്സായി. എന്താ അപ്പം കാട്ടല്ലേ. ആയിക്കോട്ടെ, അപ്പം നിങ്ങളെല്ലാവരും കൂടെ ആഘോഷിച്ചോടി. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.